ഞാൻ പറയും ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവര് കുട്ടി വേണമെന്ന് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലായിരിക്കും ഈ കുറിച്ച് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്. പ്രഗ്നൻസിയിൽ അവരെ അന്ന് പാമ്പർ ചെയ്യും ഭയങ്കരമായിട്ട്, സൊസൈറ്റി അവരെ പാമ്പർ ചെയ്യും. എസ്പെഷ്യലി ഒരു ഇൻഫെർട്ടിലിറ്റി വല്ലതും ആണെങ്കിൽ ദേ വിൽ ബി പാമ്പർഡ് ലൈക്ക് ഹെൽ. അപ്പം ഷീ ഡെലിവറി കഴിയുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ അറ്റൻഷൻ വിൽ ബി ഗെറ്റ് ഡൈവേർട്ടഡ് ടു ദ ബേബി. അപ്പോഴാണ് ഈ ലേഡി മനസ്സിലാവുന്നത് ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ എന്നുള്ളത്. ബിക്കോസ് ഇതുവരെ എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് അല്ലെങ്കിൽ ഏറ്റവും നല്ല കമ്പാനിയൻ, അവരുടെ എല്ലാം ഫോക്കസ് ഇസ് ഡൈവേർട്ടിംഗ് ടു ദി ബേബി, നോട്ട് ടു ഹെർ. അപ്പൊ ഷീ ഫെൽറ്റ് ഇറ്റ് അലൂ. പക്ഷേ ഇത് ഇവരുടെ സ്വന്തം പേരൻസിന് പോലും ഇത് ചിലപ്പോൾ ഫേസ് ചെയ്തിരിക്കും. ബിക്കോസ് കൊച്ചു കഴിഞ്ഞാൽ നിനക്ക് പാല് കൊടുത്തൂടെ, അവർക്ക് ചിലപ്പോൾ പാലില്ലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേന് ആ കുട്ടിക്ക് താങ്ങാൻ പറ്റത്തില്ല. പെട്ടെന്നൊരു ഫസ്റ്റ് മദർഹുഡ് എന്ന് പറയുമ്പോഴത്തേന് ഇതുവരെ കാണാത്തതും ഫേസ് ചെയ്യാത്തതായ കുറെ റിയാലിറ്റീസ് ആ കുട്ടി ഫേസ് ചെയ്യുമല്ലേ. അപ്പൊ ഇതുണ്ടാക്കുന്ന ഒരു ഇൻസെക്യൂർ മൈൻഡാണ് ഈ ഒരു പരിധി വരെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലോട്ട് എത്തുന്നത്. അപ്പൊ അവിടെ ഒരു നല്ല സപ്പോർട്ട് സിസ്റ്റം ആ കുട്ടിക്കുണ്ട്, ചേച്ചിമാരുണ്ട്, സഹോദരിമാരുണ്ട്, നല്ല കസിൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആന്റിമാരുണ്ട്. ഷീ ക്യാൻ ഷെയർ ഹെർ റെസ്പോൺസിബിലിറ്റീസ്, ഓർ ഷീ ക്യാൻ ഷെയർ ദാറ്റ് ഓക്കെ ഐ എം ഫേസിംഗ് ദിസ് പ്രോബ്ലം, ഓർ ഹർ ഹസ്ബൻഡ് അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സോട്ട് ചെയ്യും. പക്ഷെ അത് ഇല്ലാത്തപ്പോഴാണ് പ്രശ്നം ഗുരുതരമായി പോകുന്നത്.